ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. ഇന്ന് നമ്മൾ ഒരു കമ്പനി പരിചയപ്പെടുകയാണ്. സ്റ്റോക്കുകളെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്യാൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നാൾ സ്റ്റോക്കുകളുടെ വീഡിയോ ചെയ്യാതിരുന്നത്. ആ റെസ്ട്രിക്ഷനുള്ളിൽ നിന്നുകൊണ്ട് നല്ല കമ്പനി എന്ന് എനിക്ക് തോന്നുന്ന കമ്പനികളെ പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. ഇനിയും നമുക്ക് ഇതുപോലുള്ള വീഡിയോകൾ ചെയ്യാം. എന്നാൽ ടെക്നിക്ക് അനാലിസിസ് നടത്താൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് റെസ്ട്രിക്ഷൻ ഉണ്ട്, സെബിയുടെ ഭാഗത്തു നിന്ന് റെസ്ട്രിക്ഷൻ ഉണ്ട്. സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ വെച്ച് നല്ല കമ്പനികളാണ് എന്ന് എനിക്ക് തോന്നുന്ന കമ്പനികളാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. തീർച്ചയായിട്ടും ഇതൊരു ബൈസെൽ റെക്കമെൻഡേഷൻ അല്ല. സ്വന്തമായി നന്നായിട്ട് സ്റ്റഡി ചെയ്തതിന് മാത്രം തീരുമാനമെടുക്കുക. ഈ വീഡിയോ അതിനായിട്ട് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അതുപോലെ ഡിമാറ്റ് അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ടിൽ മാത്രം അക്കൗണ്ട് എടുക്കുന്നവർ അസറ്റ് പ്ലസ്സിൽ അക്കൗണ്ട് എടുത്താൽ മതിയാവും. അക്കൗണ്ട് എടുത്തതിന് ശേഷം എനിക്ക് വാട്സപ്പ് അയയ്ക്കുക, നമ്പറും കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കമ്പനി ആനന്ദ് രാജ് ലിമിറ്റഡ് ആണ്. ടൈൽ ബിസിനസ്സിൽ നിന്ന് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലേക്ക് മാറിയിട്ടുള്ളൊരു കമ്പനിയാണ് ആനന്ദ് രാജ്. 1969 ന്യൂഡൽഹിയിലാണ് ഈ കമ്പനി രൂപം കൊള്ളുന്നത്. പഴയൊരു കമ്പനിയാണ്. റൊമാനോ എന്ന ബ്രാൻഡ് നെയിമിലായിരുന്നു സെറാമിക് ടൈൽസ് ഈ കമ്പനി ആ സമയത്ത് മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരുന്നത്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലേക്ക് കമ്പനി ട്രാൻസിസ്റ്റ് ചെയ്തു. റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യൽ, IT പാർക്ക് ആൻഡ് ഹോസ്പിറ്റാലിറ്റി ബിസിനസ്സുകളെല്ലാം ഇതിനുള്ളിൽ വരും. ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ ആണ് കമ്പനിയുടേത്. 20 മില്യൺ സ്ക്വയർ ഫീറ്റ് റിയൽ എസ്റ്റേറ്റ് സ്പേസ് ഉണ്ട് കമ്പനിക്ക്. റെസിഡൻഷ്യൽ ടൗൺഷിപ്പ്, കൊമേഴ്ഷ്യൽ കോംപ്ലക്സസ്, IT പാർക്സ് ആൻഡ് ഷോപ്പിംഗ് മാൾസ്, ഹോസ്പിറ്റാലിറ്റി ആൻഡ് അഫോർഡബിൾ ഹൗസിംഗ്. അതുകൂടാതെ ഡേറ്റ സെൻറ്റർ ബിസിനസ്സിലേക്ക് കൂടി ഈ കമ്പനി കടന്നിട്ടുണ്ട്. ആനന്ദ് രാജ് ക്ലൗഡ് എന്ന ഡേറ്റ സെൻറ്റർ ബിസിനസ്സിൽ 693 മെഗാവാട്ട് ഡേറ്റ സെൻറ്റർ കപ്പാസിറ്റിയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. നിലവിൽ സൗത്ത് ഡൽഹിയിൽ ഓഫീസസ്, ഹോസ്പിറ്റാലിറ്റി, സർവീസസ്, അപ്പാർട്ട്മെൻറ്റ് പ്രോജക്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അഫോർഡബിൾ ഹൗസിംഗ് പ്രോജക്ട്സ് ഹൈദരാബാദിലും തിരുപ്പതിയിലും ആന്ധ്രാപ്രദേശിലും നടന്നുകൊണ്ടിരിക്കുന്നു. കമ്പനിയുടെ വെബ്സൈറ്റ് ഇതാണ്, anandraj.com എന്നാണ് കമ്പനിയുടെ വെബ്സൈറ്റ്. ഇവിടെ ഒരുപാട് ഡീറ്റെയിൽസും കാര്യങ്ങളും അവൈലബിൾ ആണ്. നമുക്ക് സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആയിട്ടുള്ള മറ്റ് ഡീറ്റെയിൽസ് നോക്കാം. 499.65 രൂപയിൽ ട്രേഡ് ചെയ്യുന്ന ഈ കമ്പനി ഇന്ന് 5.89% ഉയർന്നാണ് ട്രേഡ് ചെയ്യുന്നത്. 52 വീക്ക് ഹൈയിൽ നിന്ന് 47.15% താഴേക്ക് വന്നിട്ടുണ്ട്. ഈ സൈറ്റിൻ്റെ പേര് ട്രെൻഡ് ലൈനാണ്. അവർക്ക് 3 സ്കോറുകളുണ്ട്. ഡ്യൂറബിലിറ്റി സ്കോർ, അതായത് ഫിനാൻഷ്യൽ സ്ട്രെങ്ത് സൂചിപ്പിക്കുന്ന സ്കോറാണ് ഈ ഡ്യൂറബിലിറ്റി സ്കോർ. ഇത് 85 ഔട്ട് ഓഫ് 100. വാല്യുവേഷൻ സ്കോറും മൊമെൻറ്റം സ്കോറും അത്ര കൂടുതലല്ല. ഇത് കൂടിയിരിക്കുന്നതാണ് നല്ലത്, എന്നാൽ അത്ര കൂടുതലല്ല. അപ്പോൾ ഇപ്പോഴും കുറച്ച് വാല്യുവേഷനിലാണ് കമ്പനി ട്രേഡ് ചെയ്യുന്നത്. മൊമെൻറ്റം കമ്പനിയിലായിട്ടില്ല എന്ന് വേണം കരുതാൻ, കാരണം ഇവർ 35 കൊടുത്തിരിക്കുന്നത്. ഇവർക്ക് PE ബൈ ആൻഡ് സെൽ സോൺ ഉണ്ട്. PE ബൈ ആൻഡ് സെൽ സോണിൽ, അതായത് PE വെച്ചിട്ട് ഇപ്പോൾ ബൈ സൈഡാണോ സെൽ സൈഡാണോ എന്ന് നോക്കുന്നത്. അത് വെച്ചിട്ടിത് സെൽ സോണിലാണ് കേട്ടോ. പക്ഷേ PE സെൽ സൈഡാണ് എന്ന് കരുതിയിട്ട് ഒരു കമ്പനി താഴേക്ക് പോകണം നിർബന്ധമില്ല. വാല്യുവേഷൻ കുറച്ച് കൂടുതലാണ് എന്ന് മാത്രം. തീരെ വാല്യുവേഷൻ കുറഞ്ഞിട്ടുള്ള കമ്പനികൾ ഞാൻ നോക്കിയാൽ നല്ല കമ്പനികളാണ്, പക്ഷേ ഒരനക്കമില്ല. ഈ കമ്പനിയിൽ ഒരനക്കമൊക്കെ കാണുന്നുണ്ട്. ഇന്ന് തന്നെ 5% മുകളിൽ ഈ വീഡിയോ ചെയ്യുമ്പോൾ അപ്പാണ്. ഉച്ച കഴിഞ്ഞൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നാൽ പോലും ഒരു പോസിറ്റീവ് ക്യാൻഡിൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇവരുടെ ഈ സൈറ്റിൽ പോസിറ്റീവ് കാര്യങ്ങളും നെഗറ്റീവ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്യാം. ഞാൻ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തു. ഇമ്പോർട്ടൻ്റ് മാത്രമാണ് വായിച്ചു പോകുന്നത് കേട്ടോ. കമ്പനി ഹാസ് ലോ ഡെപ്റ്റ് കുറവാണ് നമുക്കിവിടെ കാണാൻ പറ്റും. ക്യാഷ് ഫ്ലോ പോസിറ്റീവാണെന്ന് കാണാം. കൺസിസ്റ്റൻ്റ് പ്രോഫിറ്റ് ഗ്രോത്ത് കഴിഞ്ഞ 8 ക്വാർട്ടറായിട്ട് കമ്പനിക്കുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ 8 ക്വാർട്ടറായിട്ട് സെയിൽസ് ഗ്രോത്തും കമ്പനിക്കുണ്ട്. 52 വീക്ക് ഹൈയിൽ നിന്ന് ഏതാണ്ട് 47 കണ്ടല്ലേ നമ്മൾ നേരത്തെ കണ്ടത്. ജസ്റ്റ് ഒന്ന് നോക്കാം. 47.15% താഴെയാണിപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. പ്രൈസ് വൈസിൽ ഏകദേശം ഒരു 50% കറക്ഷൻ കമ്പനിയിൽ റീസെൻ്റ്ലി വന്നിട്ടുണ്ട്. അതുപോലെ നെഗറ്റീവ് കാര്യങ്ങൾ, പിട്രോസ്കി സ്കോറ് അത്ര സ്ട്രോങ് അല്ല എന്ന് കാണിക്കുന്നുണ്ട്. ROE അത്ര സ്ട്രോങ് അല്ല, വലിയൊരു ROE അല്ല എന്ന് കാണിക്കുന്നുണ്ട്. ഓപ്പറേഷൻസിൽ കമ്പനി ക്യാഷ് ഇൻക്രീസ് ചെയ്യുന്നില്ല, ജനറേറ്റ് ചെയ്യുന്നുണ്ട്, കാരണം പോസിറ്റീവ് ക്യാഷ് ഫ്ലോ ആണ്. ഇൻക്രീസ് ചെയ്യുന്നില്ല കാണിക്കുന്നുണ്ട്. ഞാൻ ടെക്നിക്കൽ ടേംസിലേക്ക് അധികം അങ്ങ് പോകുന്നില്ല. നിങ്ങൾ നന്നായിട്ട് ഈ സൈറ്റൊക്കെ അവൈലബിൾ ആണല്ലോ, ഒന്ന് സ്റ്റഡി ചെയ്യുക. എല്ലാം പോസിറ്റീവായിട്ടുള്ള ഒരു കമ്പനി നമുക്ക് കിട്ടില്ല കേട്ടോ. അതുകൊണ്ട് അങ്ങനെ വിചാരിക്കേണ്ട. ഇപ്പോൾ അങ്ങനെ കിട്ടുമായിരുന്നു എനിക്ക് അതെല്ലാം പോസിറ്റീവായിട്ടുള്ള കമ്പനിയുടെ വീഡിയോ ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ അത് കിട്ടില്ല. എന്ത് ചെയ്യാനാണ്?
FIs, FPIസും DIസും ഒക്കെ ബൈ ചെയ്യുന്നുണ്ടോ? അവർ ഹോൾഡിംഗ് ഉണ്ട്, പക്ഷേ ബൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഇല്ല എന്നാണ് ഉത്തരം. പ്രൊമോട്ടർ പ്ലെഡ്ജ് കുറവാണെന്നും അത് വീണ്ടും അവർ പ്ലെഡ്ജ് ചെയ്യുന്നില്ല എന്നുള്ളത് അത് പോസിറ്റീവാണ്. അത് നമുക്കിവിടെ കാണാം. പ്രൊമോട്ടർ ബൈ ചെയ്യുന്നുണ്ട് എന്ന് നമുക്കിവിടെ കാണാം. ഇൻസൈഡേഴ്സ് ലാസ്റ്റ് 3 മാസമായിട്ട് സ്റ്റോക്ക് സെല്ല് ചെയ്യുന്നില്ല എന്ന് നമുക്ക് കാണാം. കമ്പനി ബെറ്റർ ലോങ് ടൈം റിട്ടേൺ ആണ് നമുക്ക് നൽകിയിട്ടുള്ള ഇൻഡസ്ട്രി വെച്ച് നോക്കുമ്പോഴത്തേനും. ഇൻഡസ്ട്രിയിലെ മറ്റ് കമ്പനികളെ വെച്ച് നോക്കുമ്പോൾ ലോങ് ടൈം റിട്ടേൺ അത് മിക്കവർക്കും അറിയായിരിക്കും, നല്ല രീതിയിൽ കയറിപ്പോയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇൻഡസ്ട്രി മീഡിയനെ കഴിഞ്ഞ് കൂടുതൽ സെയിൽസ് ഗ്രോത്ത് ഉള്ള കമ്പനിയാണ്. എല്ലാം പോസിറ്റീവാണത്. പ്രോഫിറ്റ് ഗ്രോത്ത് ഈസ് ബെറ്റർ ദാൻ ഇൻഡസ്ട്രി മീഡിയൻ, പോസിറ്റീവ്, അതൊക്കെ പോസിറ്റീവാണ്. സ്റ്റോക്ക് ഈസ് ഇൻ ബൈ സോൺ അക്കോർഡിംഗ് ടു ദ ഹിസ്റ്റോറിക്കൽ പി. ഹിസ്റ്റോറിക്കൽ പി അനുസരിച്ച് സ്റ്റോക്ക് ഇപ്പോൾ ബൈ സൈഡ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് നോയാണ്. കാരണം ഇനിയും താഴേക്ക് വന്നാലാണ് ഹിസ്റ്റോറിക്കൽ പി അനുസരിച്ചിട്ട് ബൈ സൈഡ് ആവുള്ളൂ. അപ്പോൾ ഓർക്കേണ്ട കാര്യം, എല്ലാ സ്റ്റോക്കും ഇങ്ങനെ ഹിസ്റ്റോറിക്കൽ പി അനുസരിച്ചിട്ട് ബൈ സൈഡ് വരികയാണെങ്കിൽ നമുക്ക് അത് മാത്രം എടുത്താൽ മതിയല്ലോ. അങ്ങനത്തെ സ്റ്റോക്കുകൾ എല്ലാം അങ്ങനെ വരണം നിർബന്ധമില്ല. അപ്പോൾ പി അനുസരിച്ചിട്ട് ഏറ്റവും താഴെയല്ല സ്റ്റോക്ക് നിൽക്കുന്നത്. PBV പ്രൈസ് ടു ബുക്ക് വാല്യൂ അനുസരിച്ചിട്ടും അത് ഹിസ്റ്റോറിക്കൽ ബൈ ലെവലിലല്ല നിൽക്കുന്നത്. അതുപോലെ കമ്പനി ഇപ്പോഴും ഓവർ വാല്യുവേഷൻ. അപ്പോൾ വാല്യുവേഷൻ ബേസിൽ ഇതൊക്കെ ഞാൻ വിശദമായിട്ട് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് കേട്ടോ. ഷോർട്ട് ടൈം SMAക്ക് മുകളിലാണ് കമ്പനി നിൽക്കുന്നത്, അതായത് മൂവിങ് ആവറേജ്. ബുള്ളിഷ് ക്യാൻഡിൽസ്റ്റിക്ക് പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ബുള്ളിഷ് ക്യാൻഡിൽസ്റ്റിക്സ് ഫോം ചെയ്തിട്ടുണ്ട്. ട്രെൻഡ് ലൈൻ മൊമെൻറ്റം സ്കോർ ബുള്ളിഷ് ആണെന്ന് കാണിക്കുന്നുണ്ട്. ലോങ് ടൈം SMA ഫോർ എക്സാമ്പിൾ 200-യുടെ SMA സിമ്പിൾ മൂവിങ് ആവറേജ്. അപ്പോൾ അതിൻ്റെയൊക്കെ മുകളിലാണോ എന്ന് ചോദിച്ചാൽ അല്ല. അതിൻ്റെയൊക്കെ മുകളിലാകുമ്പോഴത്തേനും വാല്യുവേഷൻ വീണ്ടും ഭയങ്കര കൂടിയല്ലേ. സ്റ്റോക്ക് ഹാസ് ആക്റ്റീവ് പോസിറ്റീവ് ബ്രേക്ക് ഔട്ട്. യെസ്, ബ്രേക്ക് ഔട്ട് സംഭവിച്ചിട്ടുണ്ട് സ്റ്റോക്കിൽ. അപ്പോൾ ഏകദേശം ഒരു പിക്ചർ കിട്ടിയല്ലോ. ബാക്കിയുള്ളത് നിങ്ങൾ ഇതിൽ ഈ സൈറ്റിലൊക്കെ പോയിട്ട് നോക്കുക കേട്ടോ. ഒരുപാട് ഇൻഫോർമേഷൻസ് ഉണ്ട്. സ്ക്രീനറിൽ കൂടി നമുക്കൊന്ന് പോയി നോക്കാം. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 17,110 കോടിയാണ്. 498 ട്രേഡ് ചെയ്യുന്നു. 5.68% ഉയർന്ന് സ്റ്റിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. സ്റ്റോക്കിൻ്റെ പി നോക്കാം, 44.4 ആണ്. നമുക്ക് ഇൻഡസ്ട്രി പി നോക്കാം, 31.9 ആണ്. ഡെപ്റ്റൊക്കെ കുറവാണ് നമ്മൾ കണ്ടു കഴിഞ്ഞു, അപ്പോൾ പിന്നെ അത് നോക്കണ്ട. ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 112 ആണ്. നല്ല സ്റ്റോക്കുകൾ നോർമലി ബുക്ക് വാല്യൂയിലേക്ക് വരില്ല കേട്ടോ. അത് വെച്ച് നോക്കുമ്പോൾ പ്രൈസ് ടു ബുക്ക് വാല്യൂ ഇവിടെ നമുക്ക് കാണാം 4.55 ആണ്. 4.5 ഇരട്ടി മുകളിലാണ് ഇപ്പോഴത്തെ പ്രൈസ് നിൽക്കുന്നത്. എന്നാൽ ഈ ഒരു കമ്പനിയുടെ 52 വീക്ക് ഹൈ 948 ആണ്. 52 വീക്ക് ലോ 319 ആണ്. ഡിവിഡൻ്റ് ഒന്നും കാര്യമായിട്ട് കൊടുക്കുന്നില്ല, 0.15% ആണ്. പ്രൊമോട്ടർ ഹോൾഡിംഗ് 60.2% ഉണ്ട്. ഇൻഡസ്ട്രി PBV 2.91 ആണ്. അതായത് ഈ ഇൻഡസ്ട്രിയിലുള്ള മറ്റ് കമ്പനികളുടെ പ്രൈസ് ടു ബുക്ക് വാല്യൂ നോക്കുമ്പോൾ അത് 2.91 നിൽക്കുന്നത്. ഈ കമ്പനിയിൽ 4.55 നിൽക്കുന്നത്. ഈ വാല്യുവേഷൻ്റെ ഈ സംഭവം തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്ന കൂടുതലും. ROE റിട്ടേൺ ഓൺ ഇക്വിറ്റി നമ്മൾ ട്രെൻഡ് ലൈൻ സൈറ്റിൽ കണ്ടു കഴിഞ്ഞു. അത്ര നല്ലതല്ല, കുഴപ്പമില്ല. 5.42% ആണ് 3 വർഷത്തെ, പക്ഷെ അത്ര ഇതല്ല. പ്രൊമോട്ടർ ഹോൾഡിങ് അവർ ലാസ്റ്റ് 3 വർഷത്തിനുള്ളിൽ ഡിക്രീസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പോസിറ്റീവ് കാര്യങ്ങൾ കുറച്ചുണ്ട്, 3 കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കാൻ നേരെ പ്രൊമോട്ടർ ഹോൾഡിങ്ങിലേക്ക് പോവാം. ഇത് ഡിക്രീസ് ഇപ്പോൾ ചെയ്തതല്ല, കുറച്ച് നാൾ മുമ്പ് ചെയ്തതാണ്. മാർച്ച് 2024. അത് കഴിഞ്ഞ് ഈ സ്റ്റോക്ക് നല്ല റാലിയൊക്കെ നടത്തി. അപ്പോൾ അത് ഇപ്പോഴത്തെ പ്രൈസിനെ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയില്ല. FIs 12.88% ഹോൾഡ് ചെയ്യുന്നു. DIs 6.57% ഹോൾഡ് ചെയ്യുന്നു. റീറ്റെയിലേഴ്സ് അതായത് പബ്ലിക് 20.38% ഹോൾഡ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയുമാണ് ആ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ. സെയിൽസ് വളരെ ചെറിയ ലെവലിൽ നിന്ന് വളരെ ഫാസ്റ്റായിട്ട് ഉയർന്ന ഒരു കമ്പനിയാണ്. 535 കോടിയാണ് കഴിഞ്ഞ ക്വാർട്ടറിലെ സെയിൽ എന്ന് നമുക്ക് കാണാം. ഇന്നാണ് ഈ കമ്പനിയുടെ റിസൾട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം റിസൾട്ട് നോക്കിയതിന് ശേഷം, മിക്കവാറും ഈ റിസൾട്ട് വന്നു കഴിഞ്ഞായിരിക്കും നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തുക. എനിക്കറിയില്ല എന്താണ് റിസൾട്ട് എന്നുള്ളത്, ഇപ്പോൾ വന്നിട്ടുണ്ടോയെന്നും അറിയത്തില്ല. സ്ക്രീനറിൽ ചിലപ്പം അപ്ഡേറ്റ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. നമുക്ക് നോക്കാം. ഇന്ന് റിസൾട്ട് വന്നിരിക്കുന്ന കമ്പനികളാണ് നമ്മളിവിടെ കാണുന്നത്. ഏപ്രിൽ 21 മാത്രം എടുക്കാം. ഒരു കമ്പനിയേ ഉള്ളൂ അല്ലേ, ഒറ്റ കമ്പനിയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് സ്ക്രീനറിൽ അപ്ഡേറ്റ് ആയിട്ടില്ല. ഇനി മറ്റുള്ള മീഡിയകളിൽ നോക്കണം. എന്തായാലും ഈ വീഡിയോ എത്തുമ്പോഴത്തേനും നിങ്ങൾക്ക് അത് നോക്കാൻ പറ്റും. അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് ഒരു ഡിസിഷൻ എടുക്കുന്നത് നന്നായിരിക്കും. ഇവിടെ ഞാൻ ബയ്യോ സെല്ലോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. നമുക്ക് ടെക്നിക്കൽ അനാലിസിസ് നടത്താൻ, ലേറ്റസ്റ്റ് പ്രൈസ് വെച്ചിട്ട് നടത്താനും റെസ്ട്രിക്ഷൻ ഉണ്ട്. എന്തായാലും വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. ബാക്കി ഉള്ള ഡിസിഷൻസ് നിങ്ങൾ തന്നെ എടുക്കുക കേട്ടോ. ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു കമ്പനിയുടെ അനാലിസിസുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.